ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു മുളകാ ബജി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മളൊരു ബൗളിൽ കുറച്ച് കടലപ്പൊടി എടുക്കുക. 5 മുളക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മുളകാ ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള കടലപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ അപ്പക്കാരവും കുറച്ച് ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ മുളക് 5 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് 5 എണ്ണം ഉള്ളതുകൊണ്ട് ഞാനത് പകുതിയായിട്ട് കട്ട് ചെയ്യുമെന്ന്. മുഴുവനായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചേ ഉള്ളതുകൊണ്ട് നമ്മൾ പകുതിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ തല്ലിയെല്ലാം എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 2 സൈഡിൽ ചെറിയൊരു കീറല ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലിയെല്ലാം പുറത്തെടുത്ത് കളഞ്ഞാൽ മതി. ഇത് മൊത്തം നമ്മൾ മുറിച്ച് 10 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതം ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ആ ബാറ്ററിയിലേക്ക് ഓരോ മുളകും നന്നായി മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. അതിന് ഒരു മുഴുവൻ ഉള്ളി എടുക്കുക. ഒരു ജാറിൽ മുറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി നീരും കൂടി ഇടുക. എന്നിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. കുറച്ച് പഞ്ചസാര അതിന് ചേർക്കുന്നുണ്ട്, ചെറിയൊരു രുചിക്ക് വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് പഞ്ചസാര അതും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല അടിപൊളി ഒരു ചമ്മന്തി റെഡിയാവും. അപ്പോൾ ബാക്കിയുള്ള മുളകും കൂടി ഞാൻ വറുത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചമ്മന്തിയിൽ കൂട്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം. ഈ റെസിപ്പി നിങ്ങളെല്ലാം പരീക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം ഇതില്ലാത്ത എടുക്ക്, ഇതെടുക്കാം. അതാകുമ്പോൾ ചൂടുണ്ടാവില്ല. സൂപ്പറാ.